ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേട്ടാ, ദേ സുകുമാരി അമ്മ. സുകുമാരിയമ്മേ, എവിടെ പോവാ? തിരുമേനി ഓടി വരണേ. ദിവസത്തിൽ ഒരു നേരം അമക്കുരു വേവിച്ച് കഴിക്കാൻ കൊടുക്കുക. ശരീരത്തിലെ ശുദ്രങ്ങൾക്ക് അത് നല്ലതാണ്. പിന്നെ ഉപ്പും മുളകും എല്ലാം ഒഴിവാക്കുക. ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ് ആശ്വാസം. അല്ല, ഇതൊക്കെ എത്ര ദിവസം വേണ്ടിവരും? അങ്ങനെ കൃത്യമായ സമയം പറയാൻ പറ്റില്ല. എങ്കിലും ഒരാഴ്ച എന്ന് തൽക്കാലം കൂട്ടിക്കോളൂ. തിരുമേനി വിഷമിക്കണ്ട. എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. ഈ ധാരയൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ എല്ലാം ശരിയാവും. ബഹളം വെച്ചാൽ എനിക്ക് ഭ്രാന്താണെന്നേ ഇവര് കരുതും. കുറച്ച് സമാധാനം പാലിക്കണം. എന്റെ കെട്ടഴിച്ചു കിട്ടിയ പ്രിയങ്ക മോളെ തിരക്കി ഒന്ന് പോണം. കഷായം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. തളർന്ന് മയക്കമാണ്. ഇനി കെട്ടഴിച്ചോളൂ. അങ്ങ് ഭയപ്പെടേണ്ട. എല്ലാം നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ. ആവശ്യപ്പെട്ട സാധനം. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞേ. നീ എവിടെ പോവാ? ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. ഇനി ഞങ്ങള് മണിയറ ഒരുക്കാൻ പോവാ. പ്രത്യേകം ഒരുക്കാം, അല്ലേ ഷെറീമേ? കൽപ്പന, ഒരുപാട് തവണ അവരുടെ മുന്നിൽ തോറ്റതുകൊണ്ടാ. സത്യത്തിൽ ഒന്നും ചെയ്യാതെ ബോറടിച്ച് നിൽക്കുക ഞാൻ. ഇതെങ്കിലും നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? നീ നോക്കിക്കോ ഗൗതം. ഇന്നത്തെ ഈ സംഭവത്തോടെ മണിയറ എന്ന വാക്ക് കേട്ടാ പോലും വരുണും രാധയും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങും. അല്ല, ഇതെന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതെങ്ങനെയാ അവരുടെ ശരീരത്തിൽ വീഴ്ത്തുന്നേ? അതിനൊക്കെ അല്പം ഒരു എഞ്ചിനീയറിംഗ് വേണം. ഞാനും ചെറിയമ്മയും കൂടി മാർഗങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി ആ പ്ലാനിനനുസരിച്ച് വെക്കേ വേണ്ടു. ഗൗതം, നീ എഴുതി വെച്ചോ. ഇന്നത്തെ ദിവസം കണിമംഗലത്ത് ആരും ഉറങ്ങില്ല, ഉറക്കില്ല, അല്ലേ ചെറിയമ്മേ? അതന്നെ. ഇന്ന് അവളെ രക്ഷിക്കാൻ അവളുടെ ദൈവം വരുമെന്ന് നോക്കാം. നീ വന്നേ. ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പിന്നാലെ എന്നെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഉണർന്നു കഴിയുമ്പോ ലഘുഭക്ഷണം കൊടുക്കുക. നാളെ രാവിലെ ധാര ആരംഭിക്കാം. കഷായം കുടിപ്പിച്ചതിന് ശേഷമായിരിക്കും ധാര ആരംഭിക്കുക. എന്നാ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി? യശോദേച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.
ഉണർന്നു കഴിയുമ്പോൾ ലഘുഭക്ഷണം കൊടുക്കാം. നാളെ രാവിലെ ധാര ആരംഭിക്കാം. കഷായം കുടിപ്പിച്ചതിന് ശേഷം മാത്രം ധാര ആരംഭിക്കാം. ചേട്ടാ, ദേ സുകുമാരി അമ്മ. സുമാരമ്മേ എവിടെ പോവാ? തിരുമേനി ഓടി വരണേ. ദേ സുകുമാരി അമ്മ ഇറങ്ങി ഓടുന്നു. അമ്മ ഓടിപ്പോയിന്നു. വരിക. സുകുമാരി അമ്മേ. അമ്മേ, അമ്മേ. അടുത്തേക്ക് വരരുത്. എന്റെ അടുത്ത് വന്നാ കൊല്ലും ഞാൻ. സുമാരമ്മേ മാറാൻ സുമാരമ്മേ ഓടിക്കും ഞാൻ. അടിക്കല്. അയ്യോ അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നത്? അടുത്ത് വരണേ. ഇല്ല, നീയൊക്കെ എനിക്ക് പ്രാന്തിനുള്ള ചികിത്സയല്ലേ നടത്തുന്നേ. അത് അവസാനിക്കണമെങ്കിൽ ഞാൻ എന്റെ പ്രിയങ്കമോളെ കൊണ്ടുവന്ന് നിന്റെയൊക്കെ മുമ്പിൽ നിർത്തണം. അവൾ എവിടെയുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. പറയുന്നത് അനുസരിച്ചോളൂ. ഹാ, നിന്റെ കഷായം ചികിത്സയൊക്കെ സുകുമാരിയുടെ അടുത്തൊന്നും വേണ്ട. സുകുമാരിക്ക് ഇപ്പോഴും നേർബുദ്ധി ഉണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയങ്കമോൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവളെ കണ്ടതാ. ഞാൻ അവളെ കൊണ്ടുവരും. പിടിച്ചു കെട്ടുക. പിടിച്ചോട്ട് അവരെ പിടിച്ചോട്ടു. എന്തായി കാണിക്കുന്നേ? അമ്മ സൂക്ഷിച്ച്. കയ്യിൽ വിട്. യശോദേ, അമ്മയുടെ കൈ പിടിക്കുക. സുകുമാരി അമ്മ. എന്നെ വിട്. എന്നെ വിടാൻ. അമ്മ, എടാ വിടാൻ. എടാ അമ്മ വിടാൻ. അടങ്ങും അമ്മ. എടാ, എന്നെ വിടാനാ അമ്മേ. പറഞ്ഞത്. വിട്. യശോദേ, ദേവാ, അവളെ എന്നെ പിടിക്കാൻ വിട് പറഞ്ഞു. ദേവാ. ദേവാ, നീ വിട്. എന്റെ കൈ വിട്. എടാ, നീ ചെയ്യുന്നതിനൊക്കെ ഒരു നാൾ നീ പശ്ചാത്തപിക്കും. അമ്മേ, മരിക്കാത്ത മകൾക്ക് വേണ്ടിയാ നീ ഈ കർമ്മം ചെയ്യുന്നേ. അതോർത്ത് ഒരിക്കൽ നീ വേദനിക്കും. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നേ. തിരുമേനി, ഇനി വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനിയും അതിക്രമം കാണിച്ച കെട്ടിപ്പൂട്ടി ഇടേണ്ടി വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സുകുമാരി അമ്മ? ആ പാവപ്പെട്ട രാധിക മോളെ ദ്രോഹിച്ചതിന്റെ കൂലിയായി കിട്ടുന്നേ.